ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവജനം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനങ്ങളെ അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവവചനം കേൾക്കുവാൻ നിങ്ങൾ കാണിക്കുന്ന എല്ലാ താല്പര്യങ്ങൾക്കും ദൈവം നിങ്ങൾക്ക് പ്രതിഫലം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നത് നമ്മുടെ ആത്മീക ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹമാണ്. ജീവനുള്ള, ചൈതന്യമുള്ള, നമ്മെ ജീവിപ്പിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം. പ്രിയമുള്ളവരെ, ഇന്ന് ദൈവവചനത്തിൽ നാം ചിന്തിക്കുന്ന ആത്മീയ ചിന്ത, ആത്മീയ ദൂത് എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ അനുഗ്രഹം, ദൈവിക അനുഗ്രഹം. ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിപ്പാൻ നാം എന്ത് ചെയ്യണം? പുതിയ നിയമസഭയെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും ക്രിസ്തുയേശുവിൽ നമ്മളെ അനുഗ്രഹിച്ചിരിക്കുകയാണ് ദൈവം. ഓൾറെഡി ബ്ലെസ്ഡാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിലെ ചില പ്രവൃത്തികൾ ആ അനുഗ്രഹങ്ങളെ നമ്മിൽ നിലനിർത്താൻ കഴിയാതെ വണ്ണം, അത് നിലനിൽക്കാതെ വണ്ണം നാം ചെയ്യുന്ന ചില പ്രവൃത്തികൾ ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങളുടെ ആ ഒഴുക്കിനെ തടയും. അപ്രകാരമുള്ള 3 പ്രധാന കാര്യങ്ങളെയാണ് നാം ഇന്ന് ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കാൻ പോകുന്നത്. ഈ 3 കാര്യങ്ങൾ ദൈവവചനത്തിൽ നിന്ന് പറയുമ്പോൾ വളരെ പരമപ്രധാനമായ 3 കാര്യങ്ങളാണ്. ഒന്ന്, ദൈവത്തോടുള്ള ബന്ധത്തിൽ നാം മനസ്സിലാക്കേണ്ട കാര്യം. 2, നാം നമ്മോട് തന്നെയുള്ള ആ ബന്ധത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം. 3, മറ്റു മനുഷ്യരോടുള്ള ബന്ധത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യമാണ്. ദൈവവചനത്തിൽ ഉടനീളം നമ്മളത് വായിക്കുമ്പോൾ ഈ 3 കാര്യങ്ങൾ വളരെ പ്രധാനമായി ദൈവവചനം ഫോക്കസ് ചെയ്യുകയാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിച്ചിരിക്കുന്ന, യേശുക്രിസ്തു എൻ്റെ രക്ഷകനാണ്, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചവൻ ആണ് യേശുവെന്നും അവിടുന്ന് എന്നെ ചേർക്കുവാൻ വീണ്ടും വരുന്നു എന്നും വിശ്വസിക്കുന്ന ഓരോ ദൈവത്തിലും അവരുടെ ജീവിതത്തിൽ തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നാം വായിക്കുമ്പോൾ ദൈവത്തോടുള്ള ബന്ധത്തിൽ സ്വർഗസ്ഥനായ ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് മറ്റൊന്നുമല്ല, തൻ്റെ കൽപ്പന അനുസരിക്കണം എന്നുള്ളതാണ്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ, തനിക്ക് പ്രസാദമായത് തൻ്റെ സൃഷ്ടിയായ മനുഷ്യർ ചെയ്യണം. ദൈവത്തെ ഭയപ്പെടണം, ദൈവത്തിന് അനിഷ്ടമായത് ചെയ്യാൻ പാടില്ല. ഒറ്റവാക്കി പറഞ്ഞാൽ, ദൈവവചനം വിലക്കുന്നതൊന്നും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നാം ചെയ്യുവാൻ പാടില്ല എന്ന് വളരെ കർക്കശമായി ദൈവവചനം അനുശാസിക്കുകയാണ്. അത് നമ്മുടെ അനുഗ്രഹത്തിനും വിടുതലിനും സൗഖ്യത്തിനും തടസ്സമാണ്. എവിടെ പാപമുണ്ടോ അവിടെ ദൈവം പ്രവർത്തിക്കത്തില്ല. തെറ്റാണെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്താൽ, യഹോവയ്ക്ക് അനിഷ്ടമാണെന്നും ദൈവവചനത്തിന് വിരുദ്ധമാണെന്നും അറിഞ്ഞിട്ട് നാം അത് ചെയ്യുമ്പോൾ എപ്പോഴും ഓർത്തോണം, അത് അനുഗ്രഹത്തിന് പകരം ശാപമായി തീരും. മനുഷ്യൻ്റെ തിന്മയ്ക്ക് പ്രതിഫലം തിന്മ തന്നെയാണ്. മനുഷ്യൻ നന്മ ചെയ്യുമ്പോൾ അത് അനുഗ്രഹമായി മാറും, തിന്മയ്ക്ക് പ്രതിഫലം ശാപമായി മാറും. നാം നമ്മുടെ വ്യക്തിപരമായ ജീവിതം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ എവിടെയൊക്കെ ദൈവത്തിൻ്റെ വചനത്തിലെ കൽപ്പന നമ്മൾ അനുസരിക്കുന്നു അവിടെയെല്ലാം അത് അനുഗ്രഹമായി തീരും. അതല്ലേ ശൗൽ രാജാവിനോട് പറയുന്നത്, അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. ബൈബിൾ നമ്മൾ പഠിക്കുമ്പോൾ ഒരുപാട് രാജാക്കന്മാരുടെ ചരിത്രം പഴയ നിയമത്തിൽ വായിക്കാൻ കഴിയും. ദിനവൃത്താന്ത പുസ്തകങ്ങളിലും രാജാക്കന്മാരുടെ പുസ്തകത്തിലും അനേക രാജാക്കന്മാർ ഇസ്രായേലിനെ ഭരിച്ച, യഹൂദയെ ഭരിച്ചൊക്കെ രാജാക്കന്മാരുടെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ഇവരൊക്കെ യുദ്ധം നടത്തിയിട്ടുണ്ട്, ഒരുപാട് യുദ്ധങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ യുദ്ധങ്ങളൊക്കെ നടക്കുമ്പോൾ പല യുദ്ധങ്ങളിലും ഇവർ പരാജയപ്പെടുന്നു, എന്നാൽ ചില യുദ്ധങ്ങളിൽ ഇവർ വിജയിക്കുന്നു. ഏതൊക്കെ യുദ്ധങ്ങളുടെ ചരിത്രം നമ്മൾ പരിശോധിച്ചാലും വിജയിച്ച യുദ്ധങ്ങളൊക്കെ എടുത്തു വെച്ച് നോക്കുക, ആ യുദ്ധത്തിലെല്ലാം ജനം ദൈവത്തോട് നിരപ്പ് പ്രാപിച്ച ഒരനുഭവത്തിൽ അവർ യുദ്ധത്തിന് പോയത്. ദൈവ ശബ്ദം കേട്ടിട്ട് യുദ്ധത്തിന് പോയി, ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചിട്ടാണ് ആ യുദ്ധത്തിന് ആ രാജാവും രാജാവിൻ്റെ കൂടെയുള്ളവരും പുറപ്പെട്ടു പോയത്. ചില യുദ്ധത്തിനും അവരുടെ കൂടെ അവർ പോകുമ്പോൾ അവർക്കെതിരെ വന്ന സൈന്യം അവരെക്കാളും ഇരട്ടി സൈന്യത്തോടാണ് അവർ യുദ്ധത്തിന് പോയത്.
അവർക്കെതിരെയുള്ള സൈന്യത്തിൻ്റെ ശക്തി, അവരുടെ ആയുധങ്ങളെന്ന് പറയുന്നത് ഭയങ്കര വലുതായിരുന്നു. പക്ഷേ ആ യുദ്ധത്തിൽ അവർ ജയിച്ചു. എന്താ കാര്യം? ദൈവത്തിന് പ്രസാദമുള്ളത് പ്രവർത്തിച്ചിട്ടാണ് അവർ യുദ്ധത്തിന് പോയത്. ആ രാജാവ് യഹോവയ്ക്ക് പ്രസാദമായത് ചെയ്തിട്ടാണ് യുദ്ധത്തിന് പോയത്. അതുകൊണ്ട് ആ യുദ്ധമെല്ലാം അവർ ജയിച്ചു. ഇനി മറുവശമുണ്ട്, ഇവരേതൊക്കെ യുദ്ധം പരാജയപ്പെട്ടു, ആ പരാജയപ്പെട്ടതിൻ്റെ പിന്നിലൊരു കാരണമുണ്ട്. ആ കാരണം മറ്റൊന്നുമല്ല, യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു. ദൈവത്തെ ഭയപ്പെട്ടില്ല, ദൈവത്തെ അനുസരിച്ചില്ല, ദൈവത്തോട് മറുത്തു മത്സരിച്ചു, ദൈവഭയമില്ലാതെ യുദ്ധത്തിന് പോയി, ദൈവത്തിനോടുള്ള ആലോചന ചോദിക്കാതെ യുദ്ധത്തിന് പോയി, കൽപ്പന ലംഘിച്ചിട്ട് പോയി. ആ യുദ്ധമെല്ലാം പരാജയപ്പെട്ടു. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും ദൈവവചനത്തിലെ കൽപ്പനകൾ അനുസരിക്കുന്നുണ്ടോ? 100% ഉറപ്പായിട്ട് പറയാം, അനുഗ്രഹം വീട്ടിൽ വന്ന് കയറിയിരിക്കും. ആ വ്യക്തികളുടെ ജീവിതത്തിൽ ഹെവൻലി ബ്ലെസ്സിങ്സ് ഉണ്ടായിരിക്കും, യാതൊരു സംശയവുമില്ല. ആമേൻ. സഭാപ്രസംഗിയുടെ പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങൾ. എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെടുക, അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക, അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടത്. ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ. എല്ലാത്തിൻ്റെ സാരം ഇത്രയേ ഉള്ളൂ, ദൈവത്തെ ഭയപ്പെടണം. ദൈവത്തിൻ്റെ വചനത്തിലെ കൽപ്പനാലംഘനമാണെന്ന് അറിഞ്ഞിട്ട് മനഃപൂർവ്വം ചെയ്യുമ്പോൾ ഓർത്തോണം, അത് അനുഗ്രഹത്തിന് പകരം ശാപത്തിന് കാരണമായി തീരും. പല കാര്യങ്ങൾക്കും ദൈവം നമുക്ക് പ്രതികൂലമായി നിൽക്കും. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആരെന്നാണ് ബൈബിൾ ചോദിക്കുന്നത്. നമ്മൾ ദൈവവചനത്തോട് അനുസരണം കാണിച്ചാൽ, അവിടുത്തെ കൽപ്പനകളോട് അനുസരണം കാണിച്ചാൽ, അവിടെ നിന്ന് തൻ്റെ മുഖം നമ്മുടെ മേൽ പ്രകാശിപ്പിക്കുന്ന ദൈവമാണ്. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഏതെങ്കിലും ജീവിതത്തിൻ്റെ മേഖലകൾക്കകത്ത് ദൈവവചനത്തിൻ്റെ കൽപ്പനകൾ ലംഘിച്ചൊരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ ഇന്ന് അത് ക്ഷമ പറയുക, ഏറ്റുപറയുക. മീഖാ പ്രവാചകന്റെ പുസ്തകം 6:8 പറയുന്നു, മനുഷ്യ, നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനും അല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? ആമേൻ. ദൈവം ചോദിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, ന്യായം പ്രവർത്തിക്കുക, ദയാതൽപരനായിട്ടിരിക്കുക, ദൈവസന്നിധി താഴ്ത്തി കൊടുക്കുക, അവിടുന്ന് ഉയർത്തും. താഴ്ത്തുന്നവരെ, ദൈവസന്നിധി സ്വയം താഴ്ത്തുന്നവർക്ക് മാത്രമേ ദൈവത്തിൻ്റെ വചനത്തിലെ കൽപ്പനകൾ അനുസരിക്കാൻ പറ്റത്തുള്ളൂ. അവരെ ദൈവം അനുഗ്രഹിക്കും. ഇത് ദൈവത്തോടുള്ള ബന്ധത്തിലുള്ള കാര്യമാണ് കേട്ടോ. ഒരു ഉദാഹരണം എന്നോളം ഒരു രാജാവിനെ പരിചയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് യോശിയാവെന്ന്. 8-ാം വയസ്സിലാണ് രാജാവായി. 8-ാം വയസ്സെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ 3-ാം ക്ലാസ്സിലോ 2-ാം ക്ലാസ്സിലോ പഠിക്കുന്ന പ്രായം. 8-ാം വയസ്സിൽ രാജാവായി. അദ്ദേഹത്തിൻ്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ 2 രാജാക്കന്മാർ 22:1-2 വാക്യങ്ങൾ. യോശിയാവ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 8 വയസ്സായിരുന്നു. അവൻ 31 സംവത്സരം യെരൂശലേമിലുമാണ്. അവൻ്റെ അമ്മയ്ക്ക് യെദീദ എന്നു പേർ. അവൾ ബൊസ്കത്തുകാരനായ ആദായാവിൻ്റെ മകൾ ആയിരുന്നു. അവൻ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. തൻ്റെ പിതാവായ ദാവീദിൻ്റെ വഴിയിലൊക്കെയും വലത്തോട്ടോ ഇടത്തോട്ടോ മാറാതെ നിന്നു. യോശിയാവിനെക്കുറിച്ച് പറയുകയാണ്, 8-ാം വയസ്സിലാണ് രാജാവായത്. 8-ാം വയസ്സിൽ രാജാവായി എന്തോ ചെയ്യും? പക്ഷേ ദൈവത്തിന് പ്രസാദമായത് ആ രാജാവ് ചെയ്തു. എന്നിട്ട് അടുത്ത അധ്യായത്തിൽ 23-ാം അധ്യായത്തിൽ 2 രാജാക്കന്മാർ 23-ാം അധ്യായത്തിൻ്റെ 24-25 വാക്യങ്ങൾ വായിക്കുന്നു. ഹിൽക്കിയ പുരോഹിതൻ യഹോവയുടെ ആലയത്തിൽ കണ്ടെത്തിയ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ന്യായപ്രമാണത്തിൻ്റെ വാക്യങ്ങളെ നിവർത്തിപ്പാൻ തക്കവണ്ണം യോശിയാവ് വെളിച്ചപ്പാടന്മാരെയും ലക്ഷണം പറയുന്നവരെയും ഗ്രഹബിംബങ്ങളെയും മറ്റു വിഗ്രഹങ്ങളെയും യഹൂദാദേശത്തു യെരൂശലേമിലും കണ്ട സകല മ്ലേച്ഛതകളെയും അശേഷം നശിപ്പിച്ചു കളഞ്ഞു.
ദൈവത്തിന് ഇഷ്ടമായ സകലതിനെ നശിപ്പിച്ചു കളഞ്ഞു. എന്നിട്ട് 5-ാം വാക്യത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണ്, അവനെപ്പോലെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ മോശയുടെ ന്യായപ്രമാണ പ്രകാരമൊക്കെയും യഹോവെങ്കിലേക്ക് തിരിഞ്ഞ ഒരു രാജാവ് മുമ്പ് ഉണ്ടായിട്ടില്ല, പിമ്പ് ഒരുത്തനും എഴുന്നേറ്റിട്ടില്ല. നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരൊറ്റ രാജാവ്, ഏറ്റവും പ്രധാനപ്പെട്ട രാജാക്കന്മാരിൽ ഒരുവൻ യോശിയാവാണ്. അദ്ദേഹം എന്താ ചെയ്തത്? പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ശക്തിയോടെ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ചു. അദ്ദേഹത്തെപ്പോലെ ഒരു രാജാവ് മുമ്പുണ്ടായിട്ടില്ല, പിമ്പുമുണ്ടായിട്ടില്ലെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ആയുഷ്കാലത്തൊക്കെ വലിയ നന്മ സ്വർഗത്തിലെ ദൈവം ചെയ്തു. ആമേൻ. അതേസമയം ദൈവവചനത്തിലെ കൽപ്പന ലംഘിച്ച രാജാക്കന്മാരെ നോക്ക്. അവരുടെയൊക്കെ അവസാനം എന്ന് പറയുന്നത് വളരെ മോശമായിരുന്നു. എന്താ കാര്യം? കാര്യമുള്ളൂ, കൽപ്പന ലംഘിച്ചു. 2 ദിനവൃത്താന്തം 26-ാം അധ്യായത്തിൽ ഉസിയാവ് എന്ന് പറയുന്ന രാജാവിനെക്കുറിച്ച് വായിക്കുക. 26:5 ദൈവഭയത്തിൽ അവനെ ഉപദേശിച്ചു വന്ന സഖരിയാവിൻ്റെ ആയുഷ്കാലത്ത് അവൻ ദൈവത്തെ അന്വേഷിച്ചു. അവൻ യഹോവയെ അന്വേഷിച്ച കാലത്തോളം ദൈവം അവന് അഭിവൃദ്ധി നൽകി. എത്രയോ ശ്രേഷ്ഠമാണ്. ദൈവത്തിൻ്റെ വചനം അനുസരിച്ചപ്പോൾ ദൈവം ആ വ്യക്തിയെ മാനിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇതിന് കുറുക്ക് വഴിയില്ല, ഷോർട്ട് കട്ടില്ല. ദൈവവചനത്തിലെ കൽപ്പനകൾ അനുസരിക്കുക, ദൈവത്തിന് പ്രസാദമായത് ചെയ്യുക. ആമേൻ. അതാണ് നമ്മുടെ ജീവിതത്തിന്, വ്യക്തിപരമായ ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹം. അങ്ങനെ നടന്നിട്ടുള്ള ഒരു വ്യക്തി പോലും പരാജയപ്പെട്ടതായിട്ട് ഈ പുസ്തകം നമ്മെ പരിചയപ്പെടും. ബൈബിൾ വിശ്വസിക്കുന്ന വ്യക്തിയാണ്. ബൈബിൾ എടുത്ത് വെച്ച് വായിച്ചു നോക്കുക. ദൈവവചനം അനുസരിച്ചിട്ട്, കൽപ്പന അനുസരിച്ച്, ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്തിട്ട് തകർന്നു പോയ ഒരു വ്യക്തിയെ പോലും വിശുദ്ധ ബൈബിൾ കാണിക്കുന്നില്ല. ആമേൻ. അപ്പോൾ ഒന്ന്, ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ഏറ്റവും അർജൻറ്റായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, ദൈവത്തിന് പ്രസാദമായത് ചെയ്യും. പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ സ്നേഹിക്കുക, സേവിക്കുക. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ, എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളൂ എന്ന് യേശു പറഞ്ഞു. അവിടുത്തെ കൽപ്പനയാണ് സ്നാനം. അവിടുത്തെ കൽപ്പനയാണ് അന്യോന്യം സ്നേഹിക്കുക. അവിടുത്തെ കൽപ്പനയാണ് ജഡത്തിൻ്റെ പ്രവർത്തികൾ ഉരിഞ്ഞ് ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്ന് പറയുന്നത്. ആമേൻ. അതിനുവേണ്ടി സമർപ്പിക്കുക. ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിച്ചവരായി മുൻപോട്ട് പോകാൻ നമുക്ക് കഴിയും. രണ്ടാമത്തെ കാര്യം, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അത് മനസ്സിലാക്കേണ്ട കാര്യം, ഒന്ന് ദൈവത്തോടുള്ള ബന്ധത്തിലാണ്, രണ്ട് നമ്മോടുള്ള ബന്ധത്തിൽ. അത് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം. ബൈബിൾ വായിക്കുമ്പോൾ ദൈവം ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന കാര്യമാണ് മഹത്വം. ദൈവത്തിന് കിട്ടേണ്ട മഹത്വം നാം എടുക്കുന്നുണ്ടെങ്കിൽ അത് ദൈവപ്രസാദമല്ല. യെശയ്യാവ് 42:8 വായിക്കുന്നത്, ഞാൻ യഹോവ, അതുതന്നെ എൻ്റെ നാമം, ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുത്തനും എൻ്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കത്തില്ല. മഹത്വ സമ്പൂർണ്ണ. നമ്മൾ മഹത്വം കൊടുത്തില്ലെങ്കിലും ദൈവത്തിൻ്റെ മഹത്വത്തിന് കുറവ് വരത്തില്ല. നമ്മൾ മഹത്വം, ദൈവത്തിൻ്റെ മഹത്വത്തെ താഴ്ത്തി പറഞ്ഞാലും മഹത്വത്തിന് കുറവ് വരത്തില്ല. നമ്മൾ മഹത്വം കൊടുക്കും, മഹത്വം കൂടത്തില്ല. മഹത്വ സമ്പൂർണ്ണനാണ് ദൈവം. തൻ്റെ മഹത്വം മറ്റൊരാൾക്കും വിട്ടുകൊടുക്കത്തില്ല. ദൈവം ഒരു നന്മ ചെയ്യുമ്പോൾ, ദൈവം ഒരു അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുമ്പോൾ, അതെൻ്റെ കഴിവുകൊണ്ടാണ്, മിടുക്കുകൊണ്ടാന്ന് പറയില്ല. ഇന്നാളുടെ കഴിവുകൊണ്ട് എനിക്ക് കിട്ടിയത്, ഇന്നാൾ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടാണെന്ന് പറയുന്നത്. മഹത്വം മുഴുവൻ ദൈവത്തിന് കൊടുക്കുക. തിരുവചനം നമ്മൾ വായിക്കുമ്പോൾ, മഹത്വം ആരൊക്കെ ദൈവത്തിന് കൊടുത്തോ അവരൊക്കെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടു. നേരെ മറിച്ച് ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം സ്വയമായിട്ടെടുത്ത് വ്യക്തികൾക്ക് കൊടുത്ത് ദൈവകോപം വിളിച്ചു വരുത്തിയവരെ നമുക്ക് കാണാൻ കഴിയും. യെശയ്യാവ് 6 ഉസിയ രാജാവ് മരിച്ചയാണ്ടിൽ ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ കർത്താവ് ഇരിക്കുന്നത് കാണുന്നത് യെശയ്യാവ് പറഞ്ഞിട്ട് പറയുക, സർവ്വഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നെന്ന് സറാഫുകൾ ആർത്തു പറയുക. സർവ്വഭൂമിയും. സകല മഹത്വത്തിനും സ്തോത്രത്തിനും സ്തുതിക്കും ആരാധനയ്ക്കും യോഗ്യനാണ് നമ്മൾ ആരാധിക്കുന്ന യേശു കർത്താവ്. ഓർത്തോണം, മഹത്വം, ഗ്ലോറി, പുകഴ്ച, അതാർക്ക് കൊടുക്കണം? അത് നമ്മൾ ആരാധിക്കുന്ന ദൈവത്തിന് കൊടുക്കണം. എപ്പോഴെങ്കിലും മഹത്വം വ്യക്തികൾക്ക് കൊടുത്തിട്ടുണ്ടോ? നമ്മളറിയാതെ നമ്മുടെ വാക്കുകൊണ്ട് മഹത്വം നമ്മൾ സ്വയം ഏറ്റെടുത്തിട്ടുണ്ടോ? നമ്മുടെ കഴിവിലും മിടുക്കിലും ധനസമൃദ്ധിയിൽ മഹത്വം മുഴുവൻ ദൈവത്തിന് കൊടുത്തോണം. മഹത്വം മുഴുവൻ ദൈവത്തിന്, വ്യക്തികൾക്ക് കൊടുക്കരുത്, ദൈവത്തിന് കൊടുത്തോണം. അത് നാമും ദൈവവുമായിട്ടുള്ള ബന്ധമാണ്.
ആമേൻ. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മുടെ വാക്കുകൊണ്ട് ചിന്ത കൊണ്ട് പോലും മഹത്വം മുഴുവൻ ദൈവത്തിന് കൊടുത്തു. മനുഷ്യൻ്റെ ഹൃദയത്തിലെ നിരൂപണങ്ങളെ ദൂരത്ത് നിന്ന് അറിയാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഒന്ന്, ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുക, ദൈവത്തിന് പ്രസാദമായത് ചെയ്യുക, ദൈവത്തെ ഭയപ്പെടുക. 2, മഹത്വം മുഴുവൻ ദൈവത്തിന് കൊടുക്കുക. 3-ാമത്തെ കാര്യം മറ്റ് വ്യക്തികളുമായി ബന്ധപ്പെട്ടതാണ്. നമുക്കറിയാം, ഏതു മനുഷ്യനും ഉറച്ചു നിന്ന ഒരൊറ്റ ശ്വാസമാണ്. നമ്മൾ വിലയേറിയവരായിത്തീരുന്നതും മാന്യരായിത്തീരുന്നതും ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത് കൊണ്ട്. അതാണ് നമ്മുടെ വ്യത്യസ്തത. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോ ദൈവവിധലിനെയും വ്യത്യസ്തത അതാണ്. എപ്പോഴും ഓർത്തോണം, ഏതു മനുഷ്യനും ഉറച്ചു നിന്ന ഒറ്റ ശ്വാസമേ ഉള്ളൂ. നഗ്നനായി ലോകത്തിൽ വന്നു നഗ്നനായി തന്നെ നാം പോകും. ഈ ലോകത്തിലേക്കൊന്നും നമ്മൾ കൊണ്ടുവന്നിട്ടില്ല, ഒന്നും തിരിച്ചു കൊണ്ടുപോകത്തില്ല. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ നമ്മുടേതെന്ന് നമ്മൾ അവകാശപ്പെടുന്നത് കുറേ കാലം കഴിയുമ്പോൾ അത് മറ്റൊരാൾക്ക് കൊടുത്തിട്ട് നമ്മൾ പോകേണ്ടി വരും. താൽക്കാലികമാണ്, ടെമ്പററിയാണ്, പെർമനൻ്റ് ഇവിടെ ആരുമില്ല. അപ്പോൾ നമ്മൾ തിരിച്ചറിയണം, മറ്റ് മനുഷ്യരോടുള്ള ബന്ധത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം, ഒന്ന്, ഒരു മനുഷ്യനെയും വിധിക്കാൻ പാടില്ല, ഒരു മനുഷ്യനെയും പരിഹസിക്കാൻ പാടില്ല, ഒരു മനുഷ്യനെ കുറ്റപ്പെടുത്തി തരം താഴ്ത്തി സംസാരിക്കാൻ, പരിഹസിക്കാൻ ദൈവവചനം നമുക്ക് അനുവാദം തരുന്നില്ല. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു വീഴ്ച സംഭവിച്ചു, ഇങ്ങനൊരു പരാജയം സംഭവിച്ചു എന്നും പറഞ്ഞ് നമ്മൾ മറ്റുള്ളവരോട് പറയുമ്പോൾ ഓർത്തോണം, നാളെ ഒരുപക്ഷെ നമുക്കത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അത് ഓർത്തിട്ട് വേണം നമ്മളത് സംസാരിക്കാൻ. അതുകൊണ്ട് അത് ഒഴിവാക്കണം, അങ്ങനെയുള്ള സംസാരങ്ങൾ ഒഴിവാക്കണം. നാളത്തെ ദിവസം ചൊല്ലി പ്രശംസിക്കരുത്, ഒരു ദിവസത്തിൽ എന്തെല്ലാം സംഭവിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ലല്ലോ എന്നാണ് സദൃശവാക്യത്തിൽ വായിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട പരിഹാസമാണ്, പരിഹസിക്കുക. മറ്റുള്ളവരുടെ ജീവിതത്തിലെ താഴ്ചകൾ പറഞ്ഞ് പരിഹസിക്കുക, അവർക്ക് വന്ന വീഴ്ചകൾ വന്ന് പരിഹസിക്കുക. അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്, ഈ വചനം കേൾക്കുമ്പോൾ കർത്താവിനോട് കർത്താവേ അരുതേ, എന്നോട് ക്ഷമിക്കണേ കർത്താവേ, ശിക്ഷിക്കരുതേ, എനിക്ക് തെറ്റുപറ്റിപ്പോയി, അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞതാണ്. ഏതെങ്കിലും വ്യക്തിയെ പരിഹസിച്ചിട്ടുണ്ടോ? നമ്മളറിയാതെ പോലും. സദൃശവാക്യങ്ങൾ 3:34 വായിക്കുന്നു, പരിഹാസികളെ അവൻ പരിഹസിക്കുന്ന എളിയവർക്കോ അവൻ കൃപ നൽകുന്നു. പരിഹാസികളെ ദൈവം പരിഹസിക്കുന്നത്. 21-ാം അധ്യായത്തിൻ്റെ 21-24 വായിക്കുന്നു, വായും നാവും സൂക്ഷിക്കുന്നവൻ തൻ്റെ പ്രാണനെ കഷ്ടങ്ങളിൽ നിന്ന് സൂക്ഷിക്കുന്നു. നിഗളവും ഗർവവും ഉള്ളവന് പരിഹാസി എന്ന് പേർ, അവൻ ഗർവത്തിൻ്റെ അഹങ്കാരത്തോടെ പ്രവർത്തിക്കുന്നു. നിഗളവും ഗർവവും ഉള്ളവനെ പരിഹാസി എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ അനുഗ്രഹത്തിന് വിടുതലിന് അത് തടസ്സമാണ്. മറ്റുള്ളവരെ വിധിക്കുമ്പോൾ, മറ്റുള്ളവരെ പരിഹസിക്കുമ്പോൾ, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുമ്പോൾ, മറ്റുള്ളവരെ തരം താഴ്ത്തി സംസാരിക്കുമ്പോൾ അത് അനുഗ്രഹമല്ല, അത് ശാപമായി മാറും. ഷിയാവ് 28:22 വായിക്കുന്നു, ആകയാൽ നിങ്ങളുടെ ബന്ധനങ്ങൾ മുറുകിപ്പോകാതിരിക്കേണ്ടതിന് നിങ്ങൾ പരിഹാസികളായിരിക്കരുത്. ആമേൻ. 1 കൊരിന്ത്യർ 11:31, നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. മറ്റുള്ളവരെ വിധിക്കുന്നവരെ നാം സ്വയം വിധിക്കുക. ആമേൻ. ഒരു വാക്യം കൂടെ വായിച്ച് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകാം. ലൂക്കോസ് 6:36, 37, 38. അങ്ങനെ നിങ്ങളുടെ പിതാവ് മനസ്സലിയുള്ളവനാകുന്നത് പോലെ നിങ്ങളും മനസ്സലിയുള്ളവർ ആകുവിൻ. വിധിക്കരുത്, എന്നാൽ നിങ്ങളെയും വിധിക്കുകയില്ല. വിധിക്കരുത്, എന്നാൽ നിങ്ങൾക്കും ശിക്ഷാവിധി ഉണ്ടാകില്ല. വിടുവീൻ, എന്നാൽ നിങ്ങളെ വിടുവിക്കും. കൊടുപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അമർത്തി കുലുക്കി കവിയുന്നൊരു നല്ല അളവ് നിങ്ങൾ മടിയിൽ തരും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്ക് വളർന്നു കിട്ടും. ആമേൻ. നമ്മളെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. മനുഷ്യൻ്റെ ഗതികൾ യഹോവയുടെ കയ്യിലായിരിക്കുന്നത്. ഇപ്പം നമ്മളെക്കാളും താഴെ തട്ടി നിൽക്കുന്ന ആളുകളെ പരിഹസിക്കരുത്. നാളെ അവൻ്റെ സ്ഥിതി മാറ്റാൻ ദൈവത്തിന് കഴിയും. ആമേൻ. ഒരു മനുഷ്യന് സംഭവിച്ച വീഴ്ച ഓർത്ത് നമ്മൾ പറഞ്ഞ് അട്ടഹസിച്ച് നടക്കരുത്. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒറ്റ ശ്വാസമാണ്. നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിക്കട്ടെ എന്ന വചനം പറയുന്നത്. മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ നമ്മളത് മനസ്സിലാക്കണം. ഹൃദയത്തിൽ വെച്ചുകൊണ്ട് സംസാരിക്കുന്ന ആളുകളുണ്ട്. നമ്മളപ്രകാരം ആകരുതെന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. അനുഗ്രഹത്തിൻ്റെ ഈ 3 താക്കോൽ വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹമായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്.
കൽപ്പന അനുസരിച്ച് ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്ത് യഹോവയെ ഭയപ്പെട്ട് നമുക്ക് ജീവിക്കാം. മഹത്വം മുഴുവൻ ദൈവത്തിന് കൊടുക്കാം. മറ്റുള്ളവരെ വിധിക്കാതെ, പരിഹസിക്കാതെ, കുറ്റപ്പെടുത്താതെ, തരം താഴ്ത്തി സംസാരിക്കാതെ, അവരെ ബഹുമാനിച്ചുകൊണ്ട്, അവരെ ആദരിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ, അവരും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്, കൈവേലയാണെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. പരിശുദ്ധ പിതാവെ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ലോകരാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവവചന ശബ്ദം ശ്രദ്ധിച്ച എല്ലാ വ്യക്തികളെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടുത്തെ കൽപ്പന അനുസരിക്കുന്നവരായി തീരാൻ, മഹത്വം മുഴുവൻ ദൈവത്തിന് കൊടുക്കുവാൻ, മറ്റു മനുഷ്യരെ പരിഹസിക്കാതെ, വിധിക്കാതെ, കുറ്റപ്പെടുത്താതെ, തരം താഴ്ത്തി സംസാരിക്കാതെ, അവരെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് സംസാരിപ്പാൻ, അവരോട് ഇടപെടുവാൻ കൃപ തരുമാറാകണമേ. നല്ല വ്യക്തികളായി ജീവിപ്പാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ. ദൈവത്തിൻ്റെ അനുഗ്രഹം ഈ ശബ്ദം കേട്ട സകല വ്യക്തികളുടെ കുടുംബങ്ങളിൽ, കൂടാരങ്ങളിൽ, തലമുറകളിൽ വെളിപ്പെട്ട് വരട്ടെ. അവിടുത്തെ വരവിനായി ഞങ്ങളെ ഒരുക്കും യേശുവിൻ നാമത്തിൽ. ആമേൻ.